പ്രീത, ഈ പാക് മിസൈല് ഫത്ത-2 അതിനെ തകർത്ത് കളഞ്ഞത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ. ഒരിക്കലും ഒരു നിസ്സാര കാര്യമല്ല ചേട്ടാ. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ഡൽഹിയിലേക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് പാഞ്ഞെത്തിയത് ഫത്ത-2 മിസൈലാണ്. അപ്പോൾ അതിനെ തകർത്തത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനമായിട്ടുള്ള ബറാക്ക് 8 എന്ന് പറയുന്ന നമ്മുടെ പ്രതിരോധ സംവിധാനമാണ് അതിനെ നിശേഷമില്ലാതെ. അതെ, ഹരിയാനയിലെ സിർസയുടെ ആകാശത്ത് വെച്ച് തന്നെയാണ് ഈ മിസൈലുകൾ വിജയകരമായി തടഞ്ഞു നിർത്തി നശിപ്പിച്ചത്. അപ്പോൾ ഈ ഫത്ത-2 എന്ന് പറയുന്നതിനെ അത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാനും കഴിയില്ല. ഇറാനും ഈ പറയുന്ന ഫത്ത-2 എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആകാശത്ത് വ്യോമപരിധിയിൽ വന്നത് പരാജയപ്പെട്ടതും പാകിസ്ഥാൻ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലാണ്. ഫത്ത എന്ന പേരിനർത്ഥം തന്നെ ജേതാവ് എന്നുള്ളതാണ്. ഫത്ത എന്ന പേരിനർത്ഥം ജേതാവ് എന്നുള്ളതാണ്. അപ്പോ ബറാക്ക് 2 വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ തകർത്തെറിഞ്ഞത്. ഈ ബറാക്ക് എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിൽ അർത്ഥം ഇടിമിന്നൽ എന്നുള്ളതാണ്. അതായത് ജേതാവിനെ ഒരൊറ്റ ഇടിമിന്നൽ കൊണ്ട് നമ്മൾ തീർത്തു എന്നാണ് പറഞ്ഞത്. അപ്പോ 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈലാണ് ഫത്ത-2. 10 മീറ്ററിൽ താഴെയാണ് സർക്കുലർ എറർ പ്രോബബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ CEP എന്ന് പറയും. അതിന്റെ കൃത്യത 10 മീറ്ററിൽ താഴെയാണ്. അപ്പോൾ ഈ മിസൈൽ സൂപ്പർസോണിക് വേഗത പ്രാപ്തമാക്കുന്ന ഒരു ഡ്യുവൽ ത്രസ്റ്റഡ് സോളിഡ് റോക്കറ്റ് മോട്ടർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വ്യോമ പരിധിയിലേക്ക് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തൊടുത്തു വിട്ടതുമൊക്കെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് തുർക്കി നിർമ്മിതമായിട്ടുള്ള സൻഗർ ഡ്രോണുകളും മിസൈലുകളുമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇതിനെല്ലാം കൂടെ തകർത്തത്. നമ്മുടെ ആകാശ പരിധിയിൽ നമ്മളെ കാത്തു നിർത്തുന്നത്, സംരക്ഷിച്ചു നിർത്തുന്ന ചില ഡിഫൻസ് സിസ്റ്റംസ് ഉണ്ട്. അതിൽ ഒന്ന് ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന ബറാക്ക് സംവിധാനം, ബറാക്ക് 8 എന്ന് പറയുന്ന സംവിധാനം, അത് അതിർത്തിക്കപ്പുറം പാക് മേഖലയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമിട്ട് യുദ്ധവിമാനങ്ങളോ ഡ്രോണുകളോ ഒക്കെ പറന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ സംവിധാനത്തിന്റെ സർവൈലൻസ് ട്രാക്ക് ആൻഡ് ഗൈഡൻസ് റഡാറിൽ അവ റഡാറിൽ പതിയും. ഈ വിവരം കോമ്പാറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കൈമാറും. ഏത് തരം ആക്രമണമാണ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് വരുന്നത് എന്ന് ഇവിടെ വിലയിരുത്തിയ ശേഷമാണ് അതിനെ നേരിടാനുള്ള സന്ദേശം മൊബൈൽ ലോഞ്ചറുകളിലേക്ക് കൈമാറുന്നത്. അതായത് നമ്മുടെ ഈ റഡാറിൽ ലഭിക്കുന്ന വിവരം കോമ്പാറ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കൈമാറി അവിടെ വിലയിരുത്തിയതിനു ശേഷമാണ് ഇത് വിവരം കൈമാറുന്നത് പോലും. അപ്പോൾ 3 മൊബൈൽ ലോഞ്ചറുകൾ ചേർന്നതാണ് ഒരു മിസൈൽ സംവിധാനം. ഓരോ ലോഞ്ചറിലും 8 മിസൈൽ വീതം ഉണ്ടാവും. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരേ സമയം 24 മിസൈലുകളാണ് പറന്നുയരുക. രാജസ്ഥാനിലെ അതിർത്തി മേഖലയിലെ വ്യോമതാവളങ്ങളിൽ ഒന്നിൽ ബറാക്ക് മിസൈലുകൾ വ്യോമസേനയും സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബറാക്ക് 8 ആണ് നമ്മുടെ ഈ പറയുന്ന ഫത്ത-2 എന്ന് പറയുന്ന മിസൈലിനെ നിശേഷമില്ലാതെയാക്കിയത്. അതിന്റെ അർത്ഥം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇടിമിന്നൽ എന്നതാണ് അർത്ഥം. ഈ മിസൈലിനുള്ളത് 3 ഭാഗങ്ങളാണ്. അത് ഞാൻ പറയാം. അപ്പോൾ 3 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. മീഡിയം റേഞ്ച് ഒരു 70 കിലോമീറ്റർ ദൂരപരിധിയിലാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന വ്യോമസേനയും കരസേനയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 100 കിലോമീറ്റർ ദൂരപരിധിയിലുള്ളതുണ്ട് ലോങ് റേഞ്ച്. അത് യുദ്ധക്കപ്പലുകളിൽ നിന്ന് തൊടുത്തുവിടുന്നതാണ്. പിന്നീട് ഉള്ളത് 150 കിലോമീറ്റർ ഉള്ളതാണ്. അത് എക്സ്റ്റെൻഡഡ് റേഞ്ച് എന്നാണ് പറയുക. അതും യുദ്ധക്കപ്പലുകളിൽ നിന്ന് തൊടുത്തുവിടുന്നതാണ്. അപ്പോൾ ശത്രുവിൻ്റെ യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെല്ലാം, കപ്പലുകളെല്ലാം തന്നെ ലക്ഷ്യമിട്ട് ഈ പറയുന്ന ബറാക്കിന് ഇത് ഇല്ലാതെയാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ പടിഞ്ഞാറൻ സമുദ്രമേഖലയിൽ ബറാക്ക് 8 മിസൈലുകളുമായിട്ട് ഇപ്പോൾ
നമ്മുടെ യുദ്ധക്കപ്പലുകൾ അണിനിരന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളും തീരമേഖല എന്നിവയ്ക്കൊക്കെ സുരക്ഷയൊരുക്കാൻ ലക്ഷ്യമിട്ടിട്ടാണ്. കറാച്ചിയുടെ ഭാഗത്ത്, കറാച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങൾ യുദ്ധക്കപ്പലുകളുടെ ബറാക്ക് മിസൈലുകൾക്ക് പരിധിയിലാണ്. കറാച്ചി അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ്. പിന്നെയുള്ളത് നമുക്കുള്ളത് S-400 ആണ്. S-400നെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. റഷ്യൻ നിർമ്മിതമായിട്ടുള്ളതാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശമുണ്ട്. ഇവയൊക്കെ പടിഞ്ഞാറൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കര വ്യോമസേനകളാണ് ഇവയെല്ലാം ഈ പറയുന്ന കൈകാര്യം ചെയ്യുക. പിന്നെ കൂട്ടിനുള്ളത് റഫാൽ, സുഖോയ് 30 തുടങ്ങിയവ ഉൾപ്പെട്ട ഇന്റർസെപ്റ്റർ യുദ്ധവിമാനങ്ങളുണ്ട്. മറ്റ് ഹ്രസ്വദൂര മിസൈലുകൾ എന്നിവ കൂടി ചേരുന്ന സംയോജിത വ്യോമ കവചമാണ് പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളെ നിലം തൊടാൻ അനുവദിക്കാതിരുന്നത്, നിർവീര്യമാക്കിയത്. അപ്പോൾ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ, ഫത്തയെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതായത് ഫത്ത 2 എന്ന് പറയുന്നതിന് അതിൻ്റെതായ ശേഷി ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ ഒരു രീതി വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യക്കുള്ള സംവിധാനങ്ങൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ നിശേഷം തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഡൽഹിക്ക് 250 കിലോമീറ്റർ അകലെ വെച്ചിട്ടാണ് ഇന്ത്യൻ സൈന്യം ഈ മിസൈൽ തകർത്തത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രകോപനമായിട്ടാണ് ഇന്ത്യ ഇതിനെ കണക്കാക്കുന്നത്. അതെ. മറ്റ് വ്യോമ കവച ഘടകങ്ങൾ കൂടിയുണ്ട്. സമർ, സ്പൈഡർ മിസൈലുകൾ, മൊബൈൽ മിസൈൽ യൂണിറ്റുകളാണ് ഇവയൊക്കെ. വാഹനങ്ങൾ സജ്ജമാക്കിയവ ആയതുകൊണ്ട് എവിടെയും എളുപ്പത്തിൽ തൊടുത്തുവിടാനും കഴിയും. സമർ എന്ന് പറയുന്നത് കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മിസൈലാണ്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ ഉണ്ടാകും, അറ്റാക്ക് ഹെലികോപ്റ്ററുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം നേരിടാനായിട്ട് സമറിനെ കൊണ്ട് സാധിക്കും. അപ്പോൾ ദൂരപരിധി എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ആണ്. പിന്നെ ആകാശ് പറഞ്ഞു നമ്മൾ, ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത മിസൈൽ കവചങ്ങൾ ഒന്നാണിത്. കഴിഞ്ഞ ദിവസം സേന ഏറ്റവും അധികം ഉപയോഗിച്ചതും ഈ ആകാശ് ഈ മിസൈൽ കവചമാണ്. ഇതിന്റെ ഒരു മീഡിയം റേഞ്ച് മിസൈലാണിത്. 45 കിലോമീറ്റർ ആണ് ദൂരപരിധി. ഇതും വ്യോമ കരസേന പതിപ്പുകളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്, ക്രൂയിസ് മിസൈൽ, ആകാശത്ത് നിന്ന് തൊടുക്കുന്ന മിസൈൽ എന്നിവയൊക്കെ തുരുത്താനായിട്ട് ഇതിന് കഴിയും. 3D രജേന്ദ്ര റഡാർ എന്ന് പറയും, അതായത് ട്രക്കിംഗ് റഡാർ. 180 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഇതിന്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് നമ്മുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം അത് വളരെ ശക്തി ആർജിച്ചത് തന്നെയാണ്. അത്രത്തോളം ശക്തി ആർജിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫത്ത 2 മിസൈലിനെ നമുക്ക് തകർത്ത് കളയാൻ കഴിഞ്ഞത്. അപ്പോൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഭയമല്ല, ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ജാഗ്രത വേണം. ഇരിക്കേണ്ടതുണ്ട്. അതെ. നമ്മള് ഈ മറ്റ് യാത്രാ വിമാനങ്ങൾക്കൊപ്പം തന്നെ മിസൈലുകൾ കടത്തിവിട്ടവരെന്ന് പറയുമ്പോൾ പല രീതിയിലും കുരുട്ടുബുദ്ധി എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അത് നമുക്ക് തിരിച്ച് സംഭവിക്കാത്ത രീതിയിൽ വരാൻ അങ്ങനെയുള്ള അണ്ടർഗ്രൗണ്ട് പണികൾ ഏറ്റവും കൂടുതൽ, വക്രബുദ്ധികൾ, അണ്ടർഗ്രൗണ്ട് പണികൾ ഏറ്റവും കൂടുതൽ. അത് മാത്രമാണ് പാകിസ്ഥാൻ അറിയുന്നത്. അതെ, ആകെ അറിയുന്നത് അത് മാത്രമാണ്.